പാറ്റകളുടെ സമരത്തിന്റെ ഉള്ളിൽ വിള്ളലുകൾ വീണതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. വാങ്ചുങ് അടക്കം ഉള്ളവർ ഈ സമരത്തിൽ നിന്ന് പൊടുന്നനെ പിന്മാറിയതും ഒപ്പം തന്നെ ഈ പാറ്റകളുടെ ആ ഒരു സംഘടിത രൂപത്തിനകത്ത് തന്നെ വിള്ളലുകൾ വരുന്നതും ഇതിന്റെ നേതാക്കൾക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നതുമൊക്കെയാണ് ഇപ്പോൾ ഈ സമരം ഏത് രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ മുട്ടിലെഴയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ പാറ്റകൾ ഇപ്പോൾ മുൻപോട്ട് വന്നത്. കഴിഞ്ഞ ദിവസം അവിടെ നിഖാംഗുകൾ, സിഖ് വിഭാഗത്തിലെ യോദ്ധാക്കളായ നിഖാംഗുകളുമായി ഈ സമരക്കാർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് കാരണം ദേശവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചത് ഈ സിഖ് കാരായ നിഖാംഗുകൾ ചോദ്യം ചെയ്തു. ഇതോടുകൂടിയാണ് സംഘർഷം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് നിഖാംഗുകൾ വിദ്യാർത്ഥികളുടെ സംരക്ഷണത്തിനായി എത്തുന്നു എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ റീലിട്ടവരൊക്കെ തന്നെ ഇന്നലത്തെ റീലും സംഘർഷവും കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ്. അതായത് ഈ സമരത്തിനിടയിൽ തന്നെ വിവിധ ആശയങ്ങൾ പേറുന്നവരെത്തുകയും അവരവരുടെ ആശയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയുമാണ്. ഭാരത് മാതാ കി ജയ് വിളിക്കരുത് എന്ന് മൈക്കിക്കൂടെ അനൗൺസ് ചെയ്യുകയും പകരം ബോലോ തക്വീർ എന്ന് മാത്രമേ ഇവിടെ മുഴങ്ങാവൂ എന്ന് പറയുകയും ചെയ്തതോടുകൂടിയാണ് നിഖാംഗുകൾ ഇവരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. അതായത് സമരവേദിക്കകത്ത് ഈ സമരക്കാർക്കിടയിൽ തന്നെ പല വിഭാഗങ്ങൾ കടന്നുകൂടുകയും അവരവരുടെ ലക്ഷ്യത്തിനായി മുൻപോട്ട് പോവുകയും ചെയ്തപ്പോഴാണ് വാങ്ചുങ്ങിനെ പോലെ ബുദ്ധിമാനായ സമരക്കാരൻ പെട്ടെന്ന് ഇതിൽ നിന്ന് വലിഞ്ഞതെന്നാണ് പുറത്തു വരുന്ന വിവരം. കാരണം സമരം കൂടുതൽ അക്രമാസക്തമായി കൈവിട്ടു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം UAPA പ്രകാരം അകത്തുപോകും. ഇതിന് അനവധി ഉദാഹരണങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. കാരണം ഇവരുടെ ആഹ്വാനപ്രകാരമാണ് ഈ മറ്റുള്ളവർ ഈ സമരത്തിലേക്ക് എടുത്തു ചാടുന്നത്. പക്ഷേ ആ സമരത്തിലേക്ക് എടുത്തു ചാടുന്നവർക്ക് ഇതിന്റെ ഒരു ഇന്റർനാഷണൽ വ്യാപ്തി എന്താണ് എന്നറിയില്ല. മറ്റു സംഘടനകളുമായിട്ട് ഇവർക്കുള്ള ബന്ധവും അറിയില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.